പി ആർ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പി ആർ സുനിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം പി ആർ സുനിൽ, ഗുഡ് ഈവനിങ്. പി ആർ സുനിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. കിരൺ റിജിജു പറയുന്നത് ഇക്കുറി ഭരണം പിടിക്കുമെന്നാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. BJP നേതാക്കൾക്ക് പോലും അത് ഇത്തിരി കടന്നുപോയോ എന്ന് സംശയം തോന്നിയാൽ തെറ്റും പറയാൻ കഴിയില്ല. കാര്യം സ്ഥാനാർത്ഥി BDJS തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട്, 2020 കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക, 30-40 സീറ്റുകളൊക്കെ 2020 ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിലുള്ള ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളതിനേക്കാൾ വോട്ട് വിഹിതത്തിൽ പിന്നിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുറപ്പില്ല. വിജയിച്ചു വന്നാൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്കായി പോയാൽ നിയമസഭയിൽ എന്ത് ചെയ്യുന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചുരുക്കത്തിൽ ആത്മവിശ്വാസമില്ലേ ഈ BJP ക്യാമ്പിന്? നോക്കൂ, കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ തിരിച്ചടിയിൽ നിന്നുകൊണ്ടാണ്. 2019 BJPയുടെ കേരളത്തിലെ മുന്നേറ്റമാണ് BJP പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. ആ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 11 സീറ്റിൽ BJP മുന്നിൽ വന്നത്. അത് തിരുവനന്തപുരത്തെ 5 മണ്ഡലങ്ങളിൽ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ 6 മണ്ഡലങ്ങളിൽ. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തൃശ്ശൂരിലെ എല്ലാ മണ്ഡലങ്ങളും അടിച്ചുപോയി. തിരുവനന്തപുരത്ത് ആകെ നേമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും മാത്രമാണ് BJPക്ക് ഒരു മേൽക്കൈ കിട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടി. ഇതിനപ്പുറത്ത് വോട്ട് ശതമാനത്തിലോ മറ്റ് ജില്ലകളിലെ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കാര്യമായ ഒരു മുന്നേറ്റവും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP കേരളത്തിലെ നമുക്കറിയാം, 2019 ശേഷം കേരളത്തിൽ BJP വേരൂന്നാൻ ശ്രമിച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് അയോധ്യയൊക്കെ ഉയർത്തി ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണം പോലെ ശബരിമല ഒരു രാഷ്ട്രീയ പരീക്ഷണമാക്കാൻ കേരളത്തിൽ BJP വലിയ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണമൊന്നും BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എണ്ണി പരിശോധിച്ചാൽ എവിടെയും BJPക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ BJPയുടെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അവിടെ നിന്നുകൊണ്ട് BJP അവകാശപ്പെടുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ BJP കേരളം പിടിക്കാൻ പോകുന്നു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതാണ് കേരളത്തിലെ പ്രചരണത്തിൽ. ഇതാ കേരളം BJP പിടിക്കാൻ പോകുന്നു, കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ പോകുന്നു. അതിനപ്പുറത്ത് ആ ഒരു ആത്മവിശ്വാസം, അവകാശവാദം എന്നതിനപ്പുറത്ത് കേരളത്തിൽ ഒരു സീറ്റ് പോലും BJP പിടിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു സീറ്റ് പോലും നിയമസഭയിലേക്ക് BJP പിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ എൻറ്റയർലി വ്യത്യാസമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ആത്മവിശ്വാസം, നമുക്ക് തൃശ്ശൂരിൽ BJPയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നില്ല. അത് സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടിയതാണ്. പണ്ട് നേമത്ത് O രാജഗോപാൽ വിജയിച്ചതുപോലും അങ്ങനെയായിരുന്നു. അവിടെ BJPയുടെ ഒരു വലിയ നേട്ടമൊന്നുമല്ല. O രാജഗോപാൽ എത്രയോ കാലമായി അവിടെ മത്സരിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് O രാജഗോപാലിനോട് തോന്നിയ ഒരു സഹതാപം, അതാണ് O രാജഗോപാലിനെ അന്ന് വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. അതേ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കൊടുത്ത ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിലെ സാഹചര്യം എന്താണ്? ഞാനിതാ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനെ എങ്ങനെയെങ്കിലും എടുത്തോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ ഒരു അഭിപ്രായം മാറുന്നൊരു സ്ഥിതിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 12 വർഷമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിൽ. ഈ 12 വർഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റുകളിൽ കേരളത്തിന് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ എന്തൊക്കെയോ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു. ഇതാ കേരളത്തിൽ എയിംസ് വരാൻ പോകുന്നു, കേരളത്തിൽ ഇതാ വലിയ പദ്ധതികൾ BJP പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ എന്താണ്? ബജറ്റ് കഴിയട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താണ്? ബജറ്റ് കഴിയട്ടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ബജറ്റ് കഴിഞ്ഞപ്പോൾ ഇവരാരും സംസാരിക്കുന്നില്ല. കേരളത്തിനൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ 6-ാം തീയതി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് വരാൻ പോവുകയാണ്. എറണാകുളത്ത് അദ്ദേഹം കുറേ പദ്ധതികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു പ്ലാന്റഡ് സ്റ്റോറി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് സ്റ്റോറി? കേരളത്തിന് എയിംസ് അടുത്ത സാമ്പത്തിക വർഷം അനുവദിക്കുന്നു. അതായത് ഇനി അടുത്ത ബജറ്റിൽ അനുവദിക്കും എന്നൊരു ഒരു പ്ലാന്റഡ് സ്റ്റോറി വരികയാണ്. ഏതോ വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണത്രേ, ധനമന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ മറുപടിയാണത്രേ. അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല, ഇനി അടുത്ത ബജറ്റിൽ പ്രഖ്യാപിക്കും എന്ന് ഒരു വിവരാവകാശ ചോദ്യത്തിന് കിട്ടിയ മറുപടി എന്നോണം ഒരു വാർത്ത വരികയാണ്. അങ്ങനെ നോക്കൂ, കേരളത്തെ കഴിഞ്ഞ ഓരോ ബജറ്റുകളിലും കേരളത്തെ അവഗണിച്ച ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. കേരളം ആഗ്രഹിച്ച, കേരളം പ്രതീക്ഷിച്ച ഒരു പദ്ധതി പോലും നൽകിയിട്ടില്ല. ഇപ്പോൾ വയനാട്ടിലെ ഈ ചൂരൽമല ദുരന്തം, ആ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി 2000 കോടി രൂപയുടെ പാക്കേജ് കേരളം
ആവശ്യപ്പെട്ടതാണ്. ഈ പാക്കേജ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് എത്ര തവണ കേരളം കേന്ദ്രത്തിന് മുന്നിലെത്തി. മുഖ്യമന്ത്രി കേരളത്തിൽ ഇവിടെ ധനമന്ത്രാലയത്തിലെത്തി ധനമന്ത്രിയുമായി ചർച്ച നടത്തി. എന്തെങ്കിലും പരിഗണന കിട്ടിയോ? അപ്പോൾ ഇതടക്കമുള്ള എത്രയെത്ര കേരളത്തിൻ്റെ അത്യാവശ്യ സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് കിട്ടിയത് എന്താണ്? മറിച്ച് നമ്മളൊരു സാഹചര്യം നോക്കാം. BJP കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു, അല്ലെങ്കിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തിയതിനു ശേഷം കേരളത്തിൻ്റെ മനസമാധാനം തകർന്നില്ലേ? എന്നു മുതലാണ് കേരളത്തിൽ 2014 ശേഷം BJP കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഏറ്റവും വലിയ വിഷയമാണ് ശബരിമല. സുപ്രീം കോടതിയുടെ സ്ത്രീ പ്രവേശന വിധിക്ക് മുൻപ് ശബരിമലയിൽ എല്ലാ വിഭാഗം സ്ത്രീകളും കയറണം എന്നാവശ്യപ്പെട്ട RSSും BJPയും ഒക്കെ പെട്ടെന്ന് നിലപാട് മാറ്റി പിന്നീട് വിശ്വാസ സംരക്ഷകരാകുന്നു. ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ ഇതാ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു. ആ പ്രതിഷേധങ്ങളും അതിനുശേഷം നടന്ന വിവാദങ്ങളുമൊക്കെ തന്നെ കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ ആ രീതിയിൽ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞുള്ള രാഷ്ട്രീയം ഇതാ ഇപ്പോൾ ക്രിസ്ത്യൻ എന്നുകൂടി പറയുന്നു. അതിനൊക്കെ തന്നെ ഒരു പിന്തുണ നൽകാനായി അതിനൊക്കെ തന്നെ നല്ല സപ്പോർട്ട് നൽകിക്കൊണ്ട് കേരള സ്റ്റോറി 2 വരാൻ പോകുന്നു. ഇന്ന് ഡൽഹിയിൽ ഒരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായി. ഇന്ന് കേരള സ്റ്റോറി 2ൻ്റെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ തന്നെ ദില്ലിയിൽ ഒരു പ്രൊമോഷൻ പത്രസമ്മേളനം നടത്തി. 30 സ്ത്രീകളെ ഈ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നു. ഇവർ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളുകളുണ്ട്, ബംഗാളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഛത്തീസ്ഗഡിൽ നിന്നുണ്ട്, ഉത്തരാഖണ്ഡിൽ നിന്നുണ്ട്. അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകളാണ്. പലരും മാസ്ക് ഒക്കെ വെച്ചാണ് ഇരിക്കുന്നത്. ഇവരുടെ പേരൊന്നും പറഞ്ഞില്ല. ഇവർ ഇരകളാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ കേരളത്തിൽ നിന്ന് ഒരാൾ പോലുമില്ല. പക്ഷേ ഈ കേരള സ്റ്റോറി എന്നാണ് ഈ സിനിമയുടെ പേര്. അപ്പോൾ ആദ്യം 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപാണ് കേരള സ്റ്റോറി 1 ഇറങ്ങുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കേരള സ്റ്റോറി 2 ഇറങ്ങുന്നു. ഇതാണ് BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു പ്രൊപ്പഗാൻഡ, ഒരു നറേറ്റീവ് ആളുകൾക്കിടയിൽ വളർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഒരു മതേതര സങ്കല്പങ്ങളെ, ഒരു മതേതര മൂല്യങ്ങളെ, അവരുടെ മനുഷ്യാവകാശങ്ങളെ ഒക്കെ തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ നീക്കം, ഒരു പ്രൊപ്പഗാൻഡ നീക്കം. ഈ നീക്കത്തിലൂടെയാണ് കേരളത്തിൽ BJP ഏതെങ്കിലും വിധേനയിൽ വേരൂന്നാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അത്ര വലിയ മുന്നേറ്റമൊന്നും കേരളത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ അതും കേരളത്തിലെ ജനങ്ങൾ പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അഗ്നിപരീക്ഷയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ്. രാജീവ് ചന്ദ്രശേഖരനെ പൂട്ടാൻ BJPയിലെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീലേഖയെ മേയറാക്കാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത്. അതിൻ്റെ ഭാഗമായി ഉള്ള ഉറപ്പൊക്കെ രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ BJPയിലെ മറ്റ് വിഭാഗങ്ങൾ, അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് VV രാജേഷിനെ അവിടെ മേയറാക്കി. അതോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു നീക്കത്തിൻ്റെ മുനയാണ് ഒടിഞ്ഞു പോയത്. അപ്പം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം കഴിയുമ്പോൾ ഇവിടെ അയാൾ മത്സരിക്കും, മറ്റിടത്ത് അയാൾ മത്സരിക്കും, ഇങ്ങനെ മത്സരിക്കും, അങ്ങനെ മത്സരിക്കും എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ കുറേ പേരൊക്കെ അടിച്ചു വിടുന്നുണ്ട്. പക്ഷേ BJPയിലെ മറ്റു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് എന്താണ്, പാർട്ടി തീരുമാനിച്ചിട്ടില്ല, ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടില്ല, എങ്ങനെയാണ് അധ്യക്ഷൻ ഇങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞുള്ള വലിയ അഭിപ്രായ ഭിന്നത പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പം BJPക്ക് ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. 2, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, തിരിച്ചടിയേറ്റ സാഹചര്യം. 3, കേന്ദ്ര ബജറ്റിൽ കഴിഞ്ഞ എത്രയോ കാലമായി ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലും കേരളത്തിനോട് കാട്ടിയിട്ടുള്ള അവഗണന. അപ്പോൾ കേരളം പ്രതീക്ഷിച്ച ഒരു പരിഗണനയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. 4, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ. ഇതൊക്കെ കേരളത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കെയാണ് കേരളത്തിൽ ഇതാ ഞങ്ങൾ മഹാവികസനം കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP വരാൻ പോകുന്നത്, BJP വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ പോകുന്നത്. ഞാൻ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് 6-ാം തീയതി നരേന്ദ്രമോദി എറണാകുളത്ത് വന്നിട്ട് നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളാണ്. 1. 2, അവിടെ പ്രകടന പത്രിക പുറത്തിറക്കും എന്ന് പറയുന്നുണ്ട്. ആ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്താകും എന്നുകൂടി നമ്മൾ ഉറ്റുനോക്കണം. കാരണം ബീഹാറിൽ നമുക്കറിയാം, അവിടുത്തെ തെരഞ്ഞെടുപ്പിന് മുൻപാണ് 10,000 രൂപ എല്ലാവർക്കും സർക്കാർ വിതരണം ചെയ്തത്.
എല്ലാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും നമ്മൾ നോക്കിയാൽ കാണാം BJP ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന വാഗ്ദാനങ്ങളിൽ മാനിഫെസ്റ്റോയിലൊക്കെ തന്നെ നോക്കിയാൽ അറിയാം പൈസ സൗജന്യമായി കൊടുക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യമായി പണം, അതുപോലെ തന്നെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും പ്രഖ്യാപനം കേരളത്തിൽ ഇപ്പോൾ വാഗ്ദാനം കേരളത്തിൽ ഇപ്പോൾ BJP നടത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും ഈ BJPയുടെ ഇത്തവണത്തെ മാനിഫെസ്റ്റോ വളരെ കൗതുകമുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും കാലം 12 വർഷം കേരളത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ മാനിഫെസ്റ്റോയിലൂടെ കേരളത്തിന് വേണ്ടി എന്താണ് BJP പ്രഖ്യാപിക്കാൻ പോകുന്നത്, വാഗ്ദാനം നൽകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഞാൻ BJP വലിയൊരു ആത്മവിശ്വാസത്തിൽ ഇതാ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുവെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചില സീറ്റുകളിൽ BJP കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു 80-85 സീറ്റുകളിലായിരിക്കും BJP മത്സരിക്കാൻ പോകുന്നത്. അതിലൊരു പക്ഷേ 20-30 സീറ്റുകളിൽ BJP കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള 19.2% വോട്ടിൽ നിന്ന് 1% വോട്ട് പോലും അല്ലെങ്കിൽ 2% വോട്ട് നിയമസഭയിലേക്ക് കുറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ആ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഈ ഒരു സംഭവം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തും. കാരണം രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനാകുമ്പോൾ കേന്ദ്ര ദേശീയ നേതൃത്വത്തിന് നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചാൽ കേരളത്തിൽ BJPക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നതാണ്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്രവർത്തനമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വ്യാപിപ്പിക്കുന്നു, താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അസംബ്ലിയിൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും BJPക്ക് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഏതായാലും നരേന്ദ്രമോദി എത്ര തവണ കേരളത്തിൽ വരും, എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകും, എന്തൊക്കെയായിരിക്കും ഇനി കേരളത്തിൽ BJP ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്നൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ അത്ര വലിയ ആത്മവിശ്വാസമൊന്നും ഈ പുറത്ത് പറയുന്നത് പോലെ BJPക്ക് ഉള്ളിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, Meet the editors.